ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇത് എനിക്കിപ്പോൾ മോർണിംഗ് ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഉച്ചയ്ക്ക് 12 മണിയാണ് കേട്ടോ. ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. വൈറൽ ഫീവർ ആയിരുന്നു അല്ല ആണ്. പിന്നെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, എൻ്റെ ബ്രഞ്ച് അതാണിത്. വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും അതിൽ ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇഷ്ടമുള്ള ഫുഡ് കണ്ടു കഴിയുമ്പോൾ ഉള്ളൊരു ഡാൻസായി കാണുന്നതൊക്കെ ഒന്നും വിചാരിക്കരുത്. വിചാരിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെയാണ്, ഞാൻ മാറത്തില്ല. പിന്നെ ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് കസ്കസ് എടുത്തു, ഒരു സർബത്ത് പോലെ കാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു. അതിനുശേഷം ഞാനവിടെ കുറച്ച് മുന്തിരിങ്ങ എടുത്ത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കസ്കസ് വീർത്ത് വന്നു കേട്ടോ. ആ മുട്ട അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. തണ്ണിമത്തൻ കട്ട് ചെയ്തു, അതിൽ കുറച്ചെടുത്ത് ഗ്ലാസ്സിൽ വെച്ചു. കസ്കസ് ഇട്ടിട്ടുണ്ട്, പിന്നെ പാലൊഴിച്ചു. പിന്നെ പഞ്ചസാര ഇല്ലാതെ ജ്യൂസിനൊരു സുഖമില്ല. പഞ്ചസാര ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം കുറച്ച് മുന്തിരിങ്ങ എടുത്ത് മുകളിൽ കട്ട് ചെയ്തിട്ടു, ഒരു ഭംഗിക്ക്. പിന്നെ ഇതെൻ്റെ തേൻ. ഇത് ഞാൻ തണ്ണിമത്തൻ കുറച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരുന്നതിൽ ഇട്ടു. വേറൊന്നിനുമല്ല, ഒരു രുചിക്ക് വേണ്ടി. ഉറുമ്പ് കയറാതിരിക്കാൻ ഞാനത് വെള്ളത്തിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതെന്നെ മരുന്ന്. ഇത് കഴിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഉള്ള ഫേസാണ് ഇത്. അപ്പോൾ മുട്ടയുണ്ട് ബോയിൽ ചെയ്തത്, ബ്രെഡുണ്ട്, തണ്ണിമത്തനുണ്ട്, ജ്യൂസുണ്ട്. ഈ ജ്യൂസ് എനിക്ക് കുറേ ഇഷ്ടമായി. കുറേയെന്ന് വെച്ചാൽ കുറേ ഇഷ്ടമായി. എൻ്റെ വയറ്റിന് പിടിക്കുന്നത് ഫുഡ് ഇങ്ങനെയുള്ളതൊക്കെയാണ്. എനിക്ക് നോൺ വെജൊക്കെ ഇഷ്ടമാണ്. നോൺ വെജ് ഇൻ ദ സെൻസ് ചിക്കൻ, ബീഫൊക്കെ ഇഷ്ടമാണ്. ഞാനെല്ലാം കഴിക്കും. പക്ഷേ അതെൻ്റെ വയറിന് പിടിക്കാറില്ല. ഞാൻ ഇഷ്ടംപോലെ കഴിക്കുന്ന ആളാണ് ചിക്കൻ ചേർന്ന വിഭവങ്ങൾ. ഇത് വീറ്റ് ബ്രെഡ്, അതിനകത്ത് പീനട്ട് ബട്ടറാണ് ഞാൻ വെച്ചത്. കൊള്ളാം, നോർമൽ, ക്വയറ്റ് നോർമൽ. പിന്നെ എൻ്റെ എക്സ്പ്രഷൻസ് കണ്ട് ആരും ഞെട്ടണ്ട. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ നല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഫേസിൽ വന്നുകൊണ്ടേയിരിക്കും. ആ തണ്ണിമത്തൻ തേൻ ചേർന്നത് കഴിക്കാൻ നല്ല സുഖമായിരുന്നു. ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പനിയായതുകൊണ്ട് വീട്ടിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല എന്നെനിക്ക് തോന്നി. ഞാൻ ഇറങ്ങി പുറത്ത് എൻ്റെ ചെടികളൊക്കെ നോക്കി. എല്ലാവരും വാടിക്കരിഞ്ഞ് നിൽക്കുകയാണ്. വെള്ളം ഇന്ന് ഞാൻ ഒഴിച്ചില്ല, അതിന്ന് വൈകിട്ട് ഒഴിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച വാട്ടർ ലില്ലി അതതിലുണ്ട്. കിളിർത്ത് വരുന്നതെന്ന് നോക്കാം. എൻ്റെ ചെടികളെയൊക്കെ കാണാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇതിപ്പം ചിലതൊന്നും കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇവർ വാടി നിൽക്കുക എന്നുള്ളത്. ഇന്ന് ഞാൻ വെള്ളം ഒഴിച്ചില്ല. എൻ്റെ പലതരം ചെടികളാണ്. ഇവരെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് വെള്ളം ഒഴിച്ചോ ഇല്ലയോ എന്നൊന്നും പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ റോസ് ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട്. ഈ ചെടി ഒടിച്ചു കുത്തി നടന്നതാണ്. ഇത് പക്ഷേ കണ്ടാൽ മനസ്സിലാവും. മുളകുണ്ട്, നാരങ്ങയുണ്ട്, പിന്നെ കുറേയധികം എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സാണ് ഇതൊക്കെ. പേരയിലൊക്കെ ചെറിയ കായ്കൾ വന്നപ്പോൾ ഉണ്ട്. അതിനൊക്കെ കവറിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ചെറിയ പക്കി ഇതിന് കയറാറുണ്ട്. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു, സൺഡ്രോപ്പ്. അതിലെ കായ്കൾ വലുതായി തുടങ്ങി. ഇതിന് മഞ്ഞ കളറാവും. അപ്പോഴാണ് നമ്മൾ പറിക്കുക. ഇത് വെച്ച് ജ്യൂസ് അടിക്കാനേ കൊള്ളാവുള്ളൂ, അല്ലാതെ നേരിട്ട് കഴിക്കാനാണെങ്കിൽ പുളി അപാരം. ഇത് ഞാൻ നട്ട ചെടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഇത്, മൾബറി. ഇതിപ്പോൾ പച്ച കായ്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ കിളികളും ചെറിയ കാറ്റും ഒക്കെ ആയിട്ട്. ഉച്ച സമയമാണ് കേട്ടോ, 1 മണിയായിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇറങ്ങിയത് എൻ്റെ ചെടികളൊക്കെ കാണാൻ.
ഇതും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു സപ്പോട്ട. ഇതിലൊരു കായ വന്നിട്ടുണ്ട്, പക്ഷേ അത് പറിക്കാറായിട്ടില്ല. പാകമാകുമ്പോൾ ഞാൻ പറിക്കും. അതിനെ എടുത്ത് അരിയിൽ വെച്ചാണ് ഞാൻ പഴുപ്പിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സപ്പോട്ട. ഇത് ചാമ്പയാണ്. ചാമ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചാമ്പയല്ല, ഇത് വലിയ ചാമ്പയ്ക്കാണിത്. ഇത് ഞങ്ങളുടെ കോളേജിലും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതാണ് ഓർത്തത്. ഇത് പുളിയാണ് കേട്ടോ, കുടംപുളി. പിന്നെ ചാമ്പയുടെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ കുറേയധികം ചെടികളുണ്ട്. എല്ലാം കിളിർത്ത് വരുന്നതേ ഉള്ളൂ. കായാവുന്ന സമയം ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ പേരയുണ്ട്. ദാ ഈ പേരയിൽ നിൽക്കുന്ന പേരയ്ക്ക കണ്ടില്ലേ, അത് കവറിട്ട് വെച്ചേക്കുക. ഒരു തരം തുമ്പി വന്ന് കുത്താറുണ്ട്, അപ്പോഴത്തേക്ക് അകത്ത് കേടുവരും. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ചേർന്ന് തന്നെ നിൽക്കുന്ന വസ്തുവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇതിനൊക്കെ വെള്ളം ഒഴിക്കാറുമുണ്ട്. ഇവിടെ പലതരം ചെടികളുണ്ട്. പുല്ലാസൻ, ഇത് റംബൂട്ടാൻ. റംബൂട്ടാനിൽ ചെറിയ പൂക്കൾ വന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൽ തന്നെ 2 റംബൂട്ടാൻ മരങ്ങളുണ്ട്. കണ്ടില്ലേ പൂവിട്ട് നിൽക്കുന്നത്? എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഞാൻ പുറവശത്ത് വന്നപ്പോഴാണ് ഇവിടെ നിറയെ കരിയിലായേക്കുന്നത്. പനിയായിട്ട് ഒരു 2-3 ദിവസമായി. ഈ മരം കരിഞ്ഞിരിക്കുന്നത് നോക്കണ്ടടാ ഉണ്ണി. എനിക്കൊരു സ്വഭാവമുണ്ട്, എല്ലായിടത്തും കൂട്ടിയിട്ട് തീയിടുന്നത്. അപ്പം ശ്രദ്ധിക്കാതെ പറ്റിപ്പോയതാണ് ഇത്. എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നതാവാം. ഇത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. പെട്ടെന്ന് തന്നെ ചൂലെടുത്ത് ഞാനങ്ങ് വൃത്തിയാക്കി. 12 മണി 1 മണി ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല, തോന്നി ചെയ്തു. അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ അവിടെ ഒരു വലിയ കുഴി. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ? ഒന്നും നോക്കിയില്ല, ഞാൻ കുറച്ച് കല്ലുകൾ വാരിയിട്ടു. 1 2 3 എത്ര കല്ലുകളാണോ അകത്തേക്ക് പോയത്. അപ്പോൾ ഇതിനകത്ത് ആരോ താമസമുണ്ട്. എന്തായാലും എനിക്ക് പേടിയുള്ള ആളുകൾ തന്നെ ആയിരിക്കാം. ഞാൻ കല്ലിട്ട് മൂടി. ഒരാളുടെ വീട് നശിപ്പിക്കുന്നത് ശരിയല്ല എന്നറിയാം, എങ്കിലും പിന്നെ ഞാൻ കിണറിൻ്റെ അടുത്തേക്ക് വന്നു. ഇതിനടുത്ത് തന്നെ നമ്മളുടെ ചാമ്പ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, ചെറിയ ചാമ്പയ്ക്ക് ഇതിലുണ്ടാവുന്നത്. പക്ഷേ ഈ ചാമ്പയ്ക്കൊന്നും എനിക്കുള്ളതല്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ഇതിലെ കള്ളനെ. ഇതെൻ്റെ ചെടിയുടെ ഭാഗമാണ്. എൻ്റെ മുല്ല നിൽക്കുന്നത് ഇവിടാണ്. മുല്ല എനിക്ക് 2-3-4 തൈകളുണ്ട്. ഇവിടെയൊക്കെ കാടായി തുടങ്ങി. വൃത്തിയാക്കണം ഉടനെ തന്നെ. എല്ലാം കൂടെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ പറ്റാറില്ല. ഇവിടുത്തെ ചെടിയൊക്കെ മാറ്റണം. ചുമ്മാ കാല് കഴുകാനായിട്ട് വന്നതാണ്. ഇവിടെ ഈ ഒരു കല്ല്, ഇതുപോലെ വേറെ ഒന്നും എനിക്ക് ഒക്കുന്നില്ല. പിന്നെ മരുന്ന്, ഇഷ്ടമല്ലാതെ കഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് എനിക്ക് മരുന്നുകൾ. പനിയാണെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലം തെറ്റിക്കുഴി കുന്നിക്കോട് ഹോസ്പിറ്റലാണ്.